Hi, welcome back to my channel. CUSATലെ CAT 2021 അഡ്മിറ്റ് കാർഡ് റിലീസായ വിവരം ഞാനൊരു ചെറിയ വീഡിയോ ഇട്ടിരുന്നു. ഇത് നമുക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ നോക്കാം. അപ്പോൾ കുറേ പേരൊക്കെ മെസ്സേജ് അയച്ചിരുന്നു, അവർക്ക് കിട്ടുന്നില്ല, ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ. കുറേ പേർക്കൊക്കെ പേഴ്സണലായിട്ട് മെസ്സേജ് വന്നു, ഇപ്പോൾ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നു, കുറേ പേർക്ക് വന്നില്ല, അങ്ങനെ വേറെ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നോക്കിയിട്ട് അത് ഇപ്പോൾ ഇത് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ ഒഫീഷ്യൽ സൈറ്റിൽ വന്നതാണ്. സ്റ്റെപ്സ് ടു ഡൗൺലോഡ് അഡ്മിറ്റ് കാർഡ് ഫോർ CUSAT CAT 2021. പ്രോസസ് ടു ഡൗൺലോഡ് അഡ്മിറ്റ് കാർഡ് ഫോർ CUSAT 2021 ഫ്രം കാൻഡിഡേറ്റ്സ് അക്കൗണ്ട് ഇസ് ആസ് ഫോളോസ്. അപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ CUSAT അഡ്മിഷൻ വെബ്സൈറ്റിൽ പോവുക, admission.cusat.ac.in. ലോഗിൻ ടു യുവർ പ്രൊഫൈൽ, ക്ലിക്ക് ഓൺ അഡ്മിറ്റ് കാർഡ് ആൻഡ് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡിങ്. നമ്മൾ പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ, അതായത് ഈ കാൻഡിഡേറ്റ് ലോഗിനിൽ നമ്മുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പ്രൊഫൈൽ വരും. അതിൽ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാകും, അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്ലിക്കൻ നീഡ്സ് ടു എൻ്റർ ദെയർ റെസ്പെക്റ്റീവ് CUSAT CAT 2020 രജിസ്ട്രേഷൻ നമ്പർ ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത്. ഈ ഫോർമാറ്റിലാണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ക്ലിക്ക് ലോഗിൻ ബട്ടൺ. ഇനി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഏബിൾ ടു സി 2 ടാബ്സ്. ഒന്ന് പേഴ്സണൽ ഡീറ്റെയിൽസ്, രണ്ട് അഡ്മിറ്റ് കാർഡ്. പേഴ്സണൽ ഡീറ്റെയിൽസ് ടാബിൽ ഇങ്ങനെയാണ് കാണാൻ പറ്റുക. ഇനി അഡ്മിറ്റ് കാർഡ് പേഴ്സണൽ ഡീറ്റെയിൽസിൽ ഇങ്ങനെയാണ് പറ്റുക. അഡ്മിറ്റ് കാർഡ് ടാബിൽ യു ക്യാൻ വ്യൂ യുവർ ടെസ്റ്റ് ആൻഡ് ഡീറ്റെയിൽസ്, എക്സാം ഡേറ്റ്, എക്സാം ടൈമിംഗ് ആൻഡ് ഡൗൺലോഡ് അഡ്മിറ്റ് കാർഡ് ഓപ്ഷൻ. ക്ലിക്ക് ഓൺ അഡ്മിറ്റ് കാർഡ് ബട്ടൺ ആസ് ഹൈലൈറ്റഡ് ബിലോ ടു ഡൗൺലോഡ് യുവർ അഡ്മിറ്റ് കാർഡ് ഫോർ ദ സബ്ജക്റ്റ്. ഇങ്ങനെ കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഇഫ് എ കാൻഡിഡേറ്റ് ഈസ് അപ്ലൈഡ് ഫോർ മൾട്ടിപ്പിൾ സബ്ജക്ട്സ്, ഡിഫറെൻറ്റ് അഡ്മിറ്റ് കാർഡ്സ് നീഡ് ടു ബി ഡൗൺലോഡഡ് ഫോർ ഈച്ച് സബ്ജക്റ്റ് ഓർ എക്സാം ഫ്രം ദ അഡ്മിറ്റ് കാർഡ് ടാബ് ആസ് മെൻഷൻ ബിലോ. മൾട്ടിപ്പിൾ സബ്ജക്റ്റിന് അപ്ലൈ ചെയ്തവർക്ക് ഓരോ ദിനം സെപ്പറേറ്റ് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കണം. ഇനി സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത്, ആഫ്റ്റർ ഡൗൺലോഡിങ് ദ അഡ്മിറ്റ് കാർഡ് ഓർ ഹോൾ ടിക്കറ്റ്, ടേക്ക് പ്രിൻറ്റ് ടു അവോയ്ഡ് ലാസ്റ്റ് മിനിറ്റ് ഹാസിൽ. Also make sure to read the instruction provided in the admit card hall ticket carefully and follow them. നമുക്കൊരു സാമ്പിൾ അഡ്മിറ്റ് കാർഡ് നോക്കാം. അപ്പോൾ ഇത് ആദ്യം ഇതിൻ്റെ ഫ്രണ്ടിൽ സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്, എക്സാം സെൻറ്റർ എവിടെയാണ്, അതേപോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആദ്യം ഇനി മെയിനായിട്ട് വരുന്ന ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. Candidates must read the general instruction provided in the next page and the important instruction COVID-19 provided in third page of admit card. COVID-19 കാരണം കുറച്ച് സ്പെഷ്യൽ ഇൻസ്ട്രക്ഷനൊക്കെ ഉണ്ട്, അതൊക്കെ വായിക്കണം. Candidates should report at the test venue 120 minutes. 2 മണിക്കൂർ മുമ്പ്, പറഞ്ഞിരിക്കുന്ന സമയത്തിന് 2 മണിക്കൂർ മുമ്പായിട്ട് എത്തിച്ചേരണം വെന്യൂവിൽ. Entry to test venue premises will be closed exactly 15 minutes prior to commencement of test. No candidates will be allowed to enter the test venue premises thereafter under any circumstances. Candidates must bring a valid identity proof in original containing photograph. അതായത് ഒറിജിനൽ ആയിട്ടുള്ള ആധാർ ID കാർഡോ ഡ്രൈവിംഗ് ലൈസൻസോ സ്കൂൾ ഓർ കോളേജ് ഐഡൻറ്റിറ്റി കാർഡോ അല്ലെങ്കിൽ വാലിഡ് പാസ്പോർട്ടോ ആധാർ കാർഡോ അല്ലെങ്കിൽ ഈ ആധാർ കാർഡിൻ്റെ ആണെങ്കിൽ കളർ പ്രിൻ്റ് ഔട്ട് അല്ലെങ്കിൽ പാൻ കാർഡ്, ഇതിലേതെങ്കിലും ഒന്ന് കൊണ്ടുവരണം. അലോങ് വിത്ത് ദിസ് അഡ്മിറ്റ് കാർഡ്. ഇപ്പോൾ ഫോട്ടോസ് സ്കാൻ കോപ്പീസ് ഓഫ് ഐഡൻറ്റിറ്റി കാർഡ് സ്റ്റോർഡ് ഇൻ ദ മൊബൈൽ ഫോൺസ് വിൽ നോട്ട് ബി അക്സെപ്റ്റഡ് ആസ് എ വാലിഡ് ഐഡൻറ്റിറ്റി പ്രൂഫ്. ഇനി ഒബ്റ്റെയിൻ ദ വെരിഫിക്കേഷൻ സീൽ ഫോർ ഈച്ച് ടെസ്റ്റ് ഇൻ ദ അഡ്മിറ്റ് കാർഡ് ആൻഡ് കീപ് ഇറ്റ് ഇൻ സേഫ് കസ്റ്റഡി ഓഫ് ദ കാൻഡിഡേറ്റ് ടിൽ ദ കംപ്ലീഷൻ ഓഫ് ദ അഡ്മിഷൻ പ്രോസസ്. ടെസ്റ്റ് കോഡ് 101, മിനിമം ഓഫ് 10 marks each is required for mathematics, physics and chemistry for inclusion in the rank list for BTech or MSc Fire Integrated in Photonics. For Kerala ST candidatesന് മിനിമം 10 marks മേടിക്കണം BTech കോഴ്സിൽ, അതുപോലെ ഇൻറ്റിഗ്രേറ്റഡ് MScയിലും. 3 marks will be awarded for each right answer and 1 mark will be deducted against each wrong answer for all the test codes. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്, അതിനെ പറ്റിയാണ് പറയുന്നത്. റൈറ്റ് ആൻസറിന് 3ഉം അതുപോലെ റോങ്ങിന് 1 ഡിഡക്റ്റ് ചെയ്യും. ഡിസ്ക്രിപ്പൻസീസ് ഇഫ് എനി ഇൻ ദ അഡ്മിറ്റ് കാർഡ് മസ്റ്റ് ബി ബ്രോട്ട് ടു ദി നോട്ടീസ് ഓഫ് ഡയറക്ടറേറ്റ് ഓഫ് അഡ്മിഷൻ CUSAT ഇമ്മീഡിയറ്റ്ലി ആൻഡ് വെൽ ഇൻ അഡ്വാൻസ് ബിഫോർ ദ ടെസ്റ്റ് ഡേറ്റ്. എന്തെങ്കിലുമൊക്കെ ഡിസ്ക്രിപ്പൻസി ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ
അത് കൊണ്ട് ശ്രദ്ധയിൽപ്പെടുത്തുക അധികൃതരുടെ. അഡ്മിറ്റ് കാർഡ് ഈസ് പ്യുവർലി പ്രൊവിഷണൽ. അഡ്മിഷൻ ടു സബ്ജക്ട് ടു ഫുൾഫിൽമെൻറ്റ് ഓഫ് ഓൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആസ് പെർ ദ പ്രോസ്പെക്ടസ് പബ്ലിഷ് ഇൻ ദ വെബ്സൈറ്റ്. പ്രോസ്പെക്റ്റിലുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ടെങ്കിൽ മാത്രമേ അഡ്മിഷൻ കിട്ടുള്ളൂ. പിന്നെ impersonation in the examination is legally punishable offense and such cases will be reported to local police station immediately. Malpractices ഒന്നും അനുവദിക്കുന്നതല്ല. ഇത് ജനറൽ മറ്റ് ഇൻസ്ട്രക്ഷൻസ് ആണ്. All candidates directed to strictly follow the instructions given below as well as those displayed on the login screen at the time of online test. പിന്നെ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, ഓൺലൈൻ ടെസ്റ്റ് വീട്ടിലിരുന്ന് എഴുതാൻ പറ്റുമോ, മൊബൈൽ ഫോണിൽ എഴുതാൻ പറ്റുമോ? അതൊന്നും പറ്റില്ല. ടെസ്റ്റ് സെൻറ്റർ ഉണ്ടാവും, അവിടെ പോയി തന്നെ എഴുതണം. ദിസ് അഡ്മിറ്റ് കാർഡ് ഈസ് പ്രൊവിഷണൽ ആൻഡ് ദ റെസിപ്റ്റ് ഓഫ് ദി സെയിം ആൻഡ് ദ അപ്പിയറൻസ് ഓഫ് കാൻഡിഡേറ്റ് ഇൻ ദ CAT 2020 ഡസ് നോട്ട് ഗ്യാരണ്ടി അഡ്മിഷൻ. നമ്മൾ നേരത്തെ കണ്ടതാണ്. ടെസ്റ്റ് വിൽ ബി എ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും. അഡ്വൈസ് ടു ടേക്ക് എ സാമ്പിൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ത്രൂ ദ ലിങ്ക് പ്രൊവൈഡഡ് ഇൻ ദ വെബ്സൈറ്റ്. സൈറ്റിലൊരു ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റായിട്ട് ഫെമിലിയറൈസ് ചെയ്യാനായിട്ട് ഒരു മോക്ക് ടെസ്റ്റിൻ്റെ ലിങ്ക് ഉണ്ട്. അതുവഴി മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം. Candidates must produce the hard copy of the downloaded admit card along with a valid identity proof in original containing photograph. നമ്മൾ നേരത്തെ പറഞ്ഞു. And test at the test center, failing which candidates will be permitted to attend the test. Photos or scanned copies of identity cards stored in the mobile phone will not be accepted. Candidates who do not possess any of the identity proof mentioned above should prepare an identity certificate in the prescribed format with his or her photo and signature affixed in the space provided and duly attested by the gazetted officer. അത് ഇത് ഈ മുകളിൽ പറഞ്ഞൊന്നും ഇല്ലാത്തതാണ്. ഈ പറഞ്ഞിട്ടുള്ള ഫോർമാറ്റിൽ ഉള്ള സർട്ടിഫിക്കറ്റ് ഒരെണ്ണം പ്രൊഡ്യൂസ് ചെയ്യണം. പ്ലീസ് ചെക്ക് ദ മെനു റിസോഴ്സസ് ഇൻ ദ വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റിൽ റിസോഴ്സസ് എന്നുള്ള മെനുവിൽ ഉണ്ട് ഫോർ ഐഡൻറ്റിറ്റി സർട്ടിഫിക്കറ്റ് ഫോർമാറ്റ് ഉണ്ട്. ഈ കാൻഡിഡേറ്റ് ഷുഡ് ക്യാരി നോർമൽ ബ്ലൂ ഓർ ബ്ലാക്ക് ബോൾ പോയിൻറ്റ് പെൻ ആയിരിക്കണം. നോട്ട് അലൗഡ് ടു ഷെയർ വിത്ത് ഓർ ബോറോ എനി ഐറ്റം ഫ്രം അതർ കാൻഡിഡേറ്റ്സ് ഡ്യൂറിങ് ദ ടെസ്റ്റ്. പ്രത്യേകിച്ചും കോവിഡ് ഒക്കെ ഉള്ളതുകൊണ്ട് അനുവദിക്കുന്നതല്ല. കാൻഡിഡേറ്റ്സ് ഹൂസ് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ ഈസ് നോട്ട് പ്രിൻറ്റഡ് properly on the admit card should affix a recent passport size photograph or affix signature on the downloaded admit card and get it duly attested by gazetted officer of state or central government. State or central government gazetted officer കൊണ്ട് ഫോട്ടോ അറ്റസ്റ്റ് ചെയ്യിക്കണം. Candidates must sign in the presence of the attesting officer. Name, designation and official seal of the attesting officer must be clearly visible. The photo capturing of the candidate is mandatory and the candidates will be under CCTV coverage throughout the duration of the test and the candidates attempting malpractice will be disqualified. Will not be allowed to leave the examination hall before the expiry of ഷെഡ്യൂൾഡ് ടൈം കഴിയാതെ ആരെയും പുറത്തു വിടില്ല എക്സാമിനേഷൻ്റെ. ബുക്സ്, റൈറ്റിംഗ് പാഡ്സ്, നോട്ട്ബുക്സ്, ടേബിൾസിൽ വാച്ചസ് of all types, any kind of electronic device such as scientific data book, calculator, mobile phone, pen scanner devices, camera, other communication അതൊന്നും പെർമിറ്റ് ചെയ്യുന്നതല്ല. ഇനി റഫ് വർക്ക് ഈസ് ടു ബി ഡൺ ഓൺലി ഓൺ ദ ബ്ലാങ്ക് ഷീറ്റ്സ് ഗിവൺ അറ്റ് ദ എക്സാമിനേഷൻ ഹാൾ. ബ്ലാങ്ക് ഷീറ്റ് തരും, അതിൽ മാത്രമേ റഫ് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാൻഡിഡേറ്റ് ഷുഡ് റൈറ്റ് ഹിസ് ഓർ ഹെർ റോൾ നമ്പർ ഓൺ ഓൾ ദ ബ്ലാങ്ക് ഷീറ്റ്സ് ഗിവൺ ഫോർ റഫ് വർക്ക്. ഇനി ഡിഫറൻഷ്യൽ ഏബിൾഡ് കാൻഡിഡേറ്റ്സിനെ റിക്വയർ സ്ക്രൈബ് ഓർ കമ്പൻസേറ്ററി ടൈം ഫോർ എക്സാമിനേഷൻ ഷോട്ട് സബ്മിറ്റ് സ്പെസിഫിക് റിക്വസ്റ്റ് ഫോർ ദ സെയിം ടു ദി യൂണിവേഴ്സിറ്റി ഹെൽപ്പ് ഡെസ്ക്. അങ്ങനത്തെ ഡിഫറൻഷ്യൽ ഏബിൾഡ് കാൻഡിഡേറ്റ്സിന് അവർ സ്പെഷ്യലായിട്ട് ഒരു റിക്വസ്റ്റ് കൊടുക്കണം ത്രൂ ദിയർ രജിസ്റ്റേർഡ് ഇമെയിൽ ഐ ഡി അറ്റ്ലീസ്റ്റ് 5 days പ്രയർ ടു ദി എക്സാമിനേഷൻ. 5 ദിവസം മുമ്പെങ്കിലും അവർ റിക്വസ്റ്റ് കൊടുക്കണം. സച്ച് കാൻഡിഡേറ്റ്സ് ഷുഡ് ഓൾസോ പ്രൊഡ്യൂസ് റിക്വയർഡ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ കോമ്പറ്റന്റ് മെഡിക്കൽ ബോർഡ് ആസ് സ്റ്റിപ്പുലേറ്റഡ് ബൈ ദ ഗവൺമെൻറ്. അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം അവരുടെ ഡിസബിലിറ്റി പ്രൂവ് ചെയ്യാൻ. Compensatory time admission for such candidates shall be 20 minutes per 1 hour or proportionate fraction thereof depending on the total duration of examination. അവർക്ക് കുറച്ചൊരു 20 minutes എക്സ്ട്രാ ടൈമൊക്കെ കൊടുക്കും, എത്രയാണ് എക്സാമിൻ്റെ ഡ്യൂറേഷൻ അനുസരിച്ച്. റിഫ്രഷ്മെൻറ്റ്സ് സ്മോക്കിംഗ് ഒന്നും അലൗഡ് അല്ല. കാൻഡിഡേറ്റ്സ് ഫൗണ്ട് കോപ്പിംഗ് ഓർ to any unfair means including seeking
help from other candidates during the test violating any conditions of the test will be disqualified for admission in the university. Such candidate will also forfeit all claims of admission in the university in future. എന്തെങ്കിലും കോപ്പി ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എക്സാം എഴുതാൻ സമ്മതിക്കില്ല എന്ന് മാത്രമല്ല ഭാവിയിലും എക്സാം എഴുതാൻ സമ്മതിക്കില്ല. Candidates should maintain complete silence during examination time, and communication in any form between candidates or with others will be treated as malpractice. All kinds of personal belongings other than pens should be kept outside the examination hall at candidates' own risk. Candidates are advised not to bring such personal belongings to the test centers, as the University of Examination Center shall not be responsible for any loss or theft of such item. വിലപിടിപ്പുള്ള ഐറ്റംസ് ഈവൻ മൊബൈൽ ഫോൺ അങ്ങനത്തെ പോലും കഴിയുന്നതും കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കുക. കാരണം പോയി കഴിഞ്ഞാൽ ആരും റെസ്പോൺസിബിൾ ആയിരിക്കില്ല. കാൻഡിഡേറ്റ്സ് മേ അപ്രോച്ച് ദ ചീഫ് സൂപ്രണ്ടന്റ് ഓഫ് ദ വെന്യൂ ഇൻ കേസ് ഓഫ് എനി ഡിഫിക്കൽട്ടി ആൻഡ് ഷുഡ് ഓൾസോ abide by his or her instruction and decision. Complaints, if any, regarding examination should be given in writing to the chief superintendent of center. എന്തെങ്കിലും കംപ്ലയിൻസ് എക്സാമിനേഷനെ പറ്റി ഉണ്ടെങ്കിൽ ചീഫിന് കൊടുക്കാം. റിസൾട്ട്സ് or schedule of allotment or admission will not be communicated individually. Candidates shall periodically visit the website and candidates homepage to get the latest information regarding these matters. റിസൾട്ട്സോ അല്ലെങ്കിൽ അലോട്ട്മെൻറ്റിൻ്റെ കാര്യങ്ങളോ അഡ്മിഷൻ റിലേറ്റഡ് കാര്യങ്ങളോ പേഴ്സണലായി കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് വെബ്സൈറ്റ് സന്ദർശിച്ചുകൊണ്ടിരിക്കണം. ഇൻ കേസ് ഓഫ് 5 year ഇൻറ്റിഗ്രേറ്റഡ് MSc, അതായത് ബയോളജിക്കൽ സയൻസ്, കെമിസ്ട്രി, മാത്സ്, ഫിസിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, മെയിൻ സബ്ജക്റ്റ് ഓഫ് സ്പെഷ്യലൈസേഷൻ നെയിംലി physics, chemistry, maths, statistics or biology will be allotted only after 2 years of study. The students are transferred to their parent departments at the end of 4th semester. ഇൻറ്റിഗ്രേറ്റഡ് കോഴ്സിന് ചേരുന്നവർക്ക് ഫസ്റ്റ് 2 സെമസ്റ്ററിൽ അറിയാൻ പറ്റില്ല അവർ ഇതിൽ ഏതിനാണ് അലോട്ട് ചെയ്തതെന്ന്. അവരുടെ ഫസ്റ്റ് 2 സെമസ്റ്ററിൽ 2 year കഴിയുമ്പോൾ മാത്രമാണ് അതാത് ഡിപ്പാർട്ട്മെൻറ്റ്സിലേക്ക് അലോട്ട് ചെയ്യുക. Prompt and proper submission of option registration and completion of counseling admission procedures, including uploading of documents to prove qualification etc. essential to consider for admission. അഡ്മിഷൻ ഉറപ്പാക്കണമെങ്കിൽ എല്ലാ സർട്ടിഫിക്കറ്റ്സ് എല്ലാം ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയത്തും കൗൺസിലിംഗ് ടൈമിലെല്ലാം അപ്ലോഡ് ചെയ്യാൻ വേണം. All the required documents to provide education qualification and reservation eligibility of candidates should be uploaded at the time of online allotment. Payment of fee will be possible only after uploading these documents. ഇതൊക്കെ ഇത് അലോട്ട്മെൻറ്റിൻ്റെ കാര്യമാണ്. ഫീ അപ്ലോഡ് ചെയ്തിട്ട് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്തിട്ട് ഫീ പേ ചെയ്യണം. ഡീറ്റെയിൽ ഷെഡ്യൂൾ ഇൻസ്ട്രക്ഷൻ ഫോർ ഓപ്ഷൻ രജിസ്ട്രേഷൻ കൗൺസിലിംഗ് വിൽ ബി പബ്ലിഷ് ഇൻ വെബ്സൈറ്റ് CUSAT വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും. ഇനി COVID-19 പ്രമാണിച്ചുള്ള സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് ആണ്. കാൻഡിഡേറ്റ് മസ്റ്റ് മെയിൻറ്റെയിൻ സോഷ്യൽ ഡിസ്റ്റൻസിങ് സ്റ്റാർട്ടിംഗ് ഫ്രം പോയിന്റ് ഓഫ് എൻട്രി ഇൻ ദ എക്സാമിനേഷൻ വെന്യൂ ടിൽ ഹിസ് ഓർ ഹർ എക്സിറ്റ് ഫ്രം ദ എക്സാം വെന്യൂ. ഫുൾ എക്സാം കഴിയുന്നത് വരെ സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കണം. കാൻഡിഡേറ്റ്സ് മസ്റ്റ് ബ്രിങ് ദെയർ ഓൺ മാസ്ക്, ഗ്ലൗസ്, പേഴ്സണൽ ഹാൻഡ് സാനിറ്റൈസർ, ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിൽ, സിമ്പിൾ പെൻ, ഇത് ഒരു നോർമൽ ബ്ലൂവോ അല്ലെങ്കിൽ ബ്ലാക്ക് ബോൾ പോയിൻ്റ് വേണമായിരിക്കണം. ആൻഡ് ദ എക്സാം റിലേറ്റഡ് ഡോക്യുമെൻറ്റ്സ്, അതായത് അഡ്മിറ്റ് കാർഡ്, ID card. നോ അതർ ഐറ്റംസ് വിൽ ബി പെർമിറ്റഡ് ഇൻസൈഡ് ദ എക്സാം വെന്യൂ. അപ്പോൾ അനുവദിച്ചിട്ടുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്യുക. മാസ്ക്, ഗ്ലൗ, പേഴ്സണൽ ഹാൻഡ് സാനിറ്റൈസർ, 50 ml സൈസ് ഉള്ളത്, ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിൽ, സിമ്പിൾ പെൻ. അപ്പോൾ ഇതൊക്കെ വേഗം തന്നെ അറേഞ്ച് ചെയ്ത് വെക്കുക. കാൻഡിഡേറ്റ് മസ്റ്റ് ഹാവ് ആരോഗ്യ സേതു ആപ്പ് ഇൻസ്റ്റാൾഡ് ഓൺ ഹിസ് മൊബൈൽ. Arogya Setu dashboard must show the candidate's risk factor. Candidates will have to show this dashboard to the security guard at the entry of exam. അതായത് ആരോഗ്യ സേതു ആപ്പ് കാണിക്കണം എൻട്രിയിൽ സെക്യൂരിറ്റിക്ക്. ഇൻ കേസ് ദി കാൻഡിഡേറ്റ് ഡസ് നോട്ട് ഹാവ് എ സ്മാർട്ട് ഫോൺ, ഹി ഓർ ഷി വിൽ ഹാവ് ടു ബ്രിങ് ഇൻ എ സൈൻഡ് ഡിക്ലറേഷൻ ടു ദിസ് ഇഫക്റ്റ്. അതായത് സ്മാർട്ട് ഫോൺ ഇല്ലെങ്കിൽ ഇത് കാണിക്കാനായിട്ട് ഒരു സൈൻ ഡിക്ലറേഷൻ കൊണ്ടുവരണം. ഡിക്ലറേഷൻ ഈസ് പ്രൊവൈഡഡ് അലോങ് വിത്ത് ദിസ് അഡ്മിറ്റ് കാർഡ് ആൻഡ് ഷോ ദ സെയിം ടു ദി സെക്യൂരിറ്റി ഗാർഡ് അറ്റ് ദ എൻട്രി ടു എക്സാം വെന്യൂ. പിന്നെ എൻട്രി ഓഫ് കാൻഡിഡേറ്റ്സ് വിൽ ബി പെർമിറ്റഡ് ആസ് പെർ റിപ്പോർട്ടിംഗ് ടൈം ഗിവൺ ഓൺ അഡ്മിറ്റ് കാർഡ് ഓർ informed through SMS on their registered mobile number prior to exam day to maintain social distancing at the center.
പിന്നെ temperature of candidates will be checked at the entry to the through thermogun. Candidates are tested positive for COVID-19 found to have symptoms and body temperature above the prescribed limit will not be permitted to write the examination in the isolation laboratory. Will be permitted to write the examination in isolation marked for the same as per prevailing government orders and guidelines. ലക്ഷണങ്ങളുള്ളവർക്ക് പ്രത്യേകിച്ച് ഐസൊലേഷനിൽ എക്സാം ഉണ്ടായിരിക്കും. Mapping of candidates. Roll number and the lab number will not be displayed outside the exam venue, but the same will be provided to the candidates individually at the time of entry of the candidates to the exam venue and post their admit card or ID verification. അതായത് എക്സാം ഹാളിന് മുമ്പായിട്ട് നമ്മൾ സാധാരണ കാണുന്ന പോലെ വെട്ടി പതിപ്പിക്കുകയൊന്നുമില്ല റോൾ നമ്പറും കാര്യങ്ങളൊന്നും. പക്ഷേ കാൻഡിഡേറ്റ്സിന് ഇൻഡിവിജ്വലി പ്രൊവൈഡ് ചെയ്യും അറ്റ് ദ ടൈം ഓഫ് എൻട്രി ഓഫ് ദ കാൻഡിഡേറ്റ് ടു ദി എക്സാം വെന്യൂ. Candidates need to follow directions given by representatives and need to stand in the circle drawn at the entry points. At registration desk, candidates will be directed to sanitize his or her hands using sanitizer provided. Photograph will be captured during registration process. The candidates will be under CCTV. Candidates is required to report at the exam venue strictly as per the time slot mentioned in the admit card and are informed through SMS on their registered mobile prior to exam date. It is expected that candidates strictly adhere to these time slots as entry to the test center will be permitted based on individual's time slot only. ഓരോരുത്തർക്ക് ഒരു ടൈം സ്ലോട്ട് അനുവദിച്ചിട്ടുണ്ടാവും, അതിനനുസരിച്ച് മാത്രമേ കടത്തിവിടുള്ളൂ. ഇതാണ് സെൽഫ് ഡിക്ലറേഷൻ വേണ്ടത്. വി ആർ കൺസേൺഡ് അബൌട്ട് യുവർ ഹെൽത്ത്, സേഫ്റ്റി, ഹൈജീൻ, ദി ഇൻട്രസ്റ്റ് ഓഫ് യുവർ വെൽബീയിങ് ആൻഡ് ദാറ്റ് ഓഫ് എവരി വൺ അറ്റ് ദ വെന്യൂ. യു ആർ റിക്വയർഡ് ടു ഡിക്ലെയർ ഇഫ് യു ഹാവ് എനി ഓഫ് ദ ഫോളോ സിംറ്റംസ് യൂസിങ് യെസ് ഓർ നോ. ഇത് സിംറ്റംസ് ആണ്. I am asked to fill this self-declaration since I do not have Arogya Setu app on my mobile phone. Arogya Setu app ഇല്ലാത്തവർക്ക് കൊടുക്കേണ്ട സെൽഫ് ഡിക്ലറേഷൻ ഫോമാണിത്. അപ്പോൾ ഇതൊക്കെയാണ് അഡ്മിറ്റ് കാർഡ് റിലേറ്റഡ് കാര്യങ്ങൾ, എക്സാം റിലേറ്റഡ് കാര്യങ്ങൾ. ഇപ്പോൾ എല്ലാവർക്കും എല്ലാവരും ഇതൊക്കെ ഡീറ്റെയിൽഡായി വായിച്ച് നോക്കുക. എന്നിട്ട് ആദ്യം അതൊക്കെ സെറ്റാക്കി വെക്കുക. പിന്നെ എക്സാമിന് ലാസ്റ്റ് മൊമെൻറ്റിലുള്ള റഷൊക്കെ ഒഴിവാക്കാം, പഠിത്തത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കരുത്. വീഡിയോയിൽ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് എല്ലാം ഇടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരേക്കും ബൈ ബൈ.